രഞ്ജിപ്പണിക്കർ സൂപ്പറായിരുന്നു. ആ എന്നാ കൊള്ളായിരുന്നു. രഞ്ജിപ്പണിക്കറില്ലയോ എന്തുവാ മറ്റേ ടർബോ ടർബോ ടർബോ. അഡ്വൈസ് തരാൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ലോജിക് ഇങ്ങനെ എടുക്കുക, ഒരു അലമാരിക്കകത്ത് വെച്ചിട്ട് പൂട്ടിട്ട് പോവുക, എന്നിട്ട് പോയി സിനിമ കണ്ടാ. ദ മൂവി വാസ് ഗുഡ്. ഈ സബ് ടൈറ്റിൽസ് കുറച്ച് വേണമായിരുന്നു. 73 വയസ്സിൽ ഇത്രയും കിടിലായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ 71 വയസ്സിൽ പെട്ടിയിലായിരിക്കും. ഈ പ്രായത്തിൽ മമ്മൂക്ക ചിള്ളം പയ്യന്മാരെ പോലെ ഇരിക്കുകയാണ്, ധനുഷിനെ പോലെ. ചേട്ടാ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗുണ്ട്, പക്ഷേ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. മമ്മൂട്ടി സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ DOP ഒരു അടിപൊളി പരിപാടി കേട്ടോ ചെയ്തേക്കുന്നത്. ആ ചില ഫ്രെയിംസ് ഒക്കെ കാണുമ്പോൾ സൂപ്പറായിട്ടായിരുന്നു. പിന്നെ ഒരു അഡ്വൈസ് തരാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലോജിക് ഇങ്ങനെ എടുക്കുക, ഒരു അലമാരിക്കകത്ത് വെച്ചിട്ട് പൂട്ടിട്ട് പോവുക, എന്നിട്ട് പോയി സിനിമ കണ്ടാൽ സുഖമായിട്ട് എൻജോയ് ചെയ്യാം. ഫ്രണ്ട്സായിട്ട് മാക്സിമം പോകാൻ നോക്കുക. അല്ല, റിവ്യൂ അറിയാതെ നമ്മൾ അത് നോക്കിയില്ലായിരുന്നു, കാരണം നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ട്. ഇതിൽ മമ്മൂട്ടിയെ കാണണമെങ്കിൽ ഈ സിനിമ വന്നതല്ല, അത് മമ്മൂട്ടിയുടെ വൺ മാൻ ഷോ. അടിപൊളി പടം. ഇടിപടമാണ്. ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയാണ്. അതുപോലെ ചേസ് സീനൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഇതിൽ അടിപൊളിയാണ്. അതുപോലെയല്ല, ഗ്രാഫിക്സ് പോലെയല്ല, നല്ല അടിപൊളി ചേസിങ്. ദ മൂവി വാസ് ഗുഡ്. ഈ സബ് ടൈറ്റിൽസ് കുറച്ച് വേണമായിരുന്നു, അല്ലാതെ നല്ല രസമായിരുന്നു മൂവി. അടിപൊളി പടം. പ്രത്യേകിച്ച് ലാസ്റ്റ് 40 മിനിറ്റ് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. മമ്മൂട്ടി കിടിലം. പുള്ളി 73 വയസ്സിൽ ഇത്രയും കിടിലായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ 71 വയസ്സിൽ പെട്ടിയിലായിരിക്കും. പുള്ളി തകർത്തിട്ടുണ്ട്. അടിപൊളി നല്ല സിനിമ. മമ്മൂക്ക തകർത്തു. ഈ പ്രായത്തിൽ മമ്മൂക്ക ചിള്ളം പയ്യന്മാരെ പോലെ ഇരിക്കുകയാണ്, ധനുഷിനെ പോലെ തകർത്തു. ആക്ഷൻ കൊള്ളാം, സൂപ്പർ. മലയാളികൾക്ക് ഇപ്പോഴും ഒന്നുകൂടി അഭിമാനിക്കാം, അത്ര നല്ല സിനിമ. എല്ലാ മലയാളികളും തിയേറ്ററിൽ പോയി കാണുക, മമ്മൂക്കയുടെ സിനിമയെ പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട സിനിമ. ഇത് പലതും പറയും, അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമ. സംവിധാനം തമിഴിനേക്കാളും കൊള്ളാം. ശല്യമില്ലാതെ ചെയ്തിട്ടുണ്ട്. ഒരു പുതുമയുണ്ട് തമിഴിലേക്ക്. ഫൈറ്റൊക്കെ നന്നായിട്ടുണ്ട്. കൊള്ളാം. വളരെ കൊള്ളാം. ചെയ്യുന്നെങ്കിൽ സംവിധാനമല്ലേ, ഓരോരുത്തരുടെ ആരോഗ്യം പോലെ. പിന്നെയെങ്കിലും പുതുമയുണ്ട്, ഡയലോഗും കൊള്ളാം, കുഴപ്പമില്ല. കൊള്ളാം. ഈ ഒരു ഏജിൽ നല്ല രീതിയിൽ ചെയ്യുന്ന കാണുമ്പോൾ എന്നാലിപ്പോഴും യങ്ങായിട്ട് നിന്ന് യൂത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. എങ്ങനെയുണ്ട് നമ്മളെ രാജ്ബി ഷെട്ടി? എങ്ങനെയുണ്ടായിരുന്നു? ഒരു കന്നഡ നടനത്തിൽ വില്ലനായിട്ട് ഇറക്കിയിരിക്കുകയാണ്, അപ്പോൾ അതിന്റെ ഇമ്പാക്ട് എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമയിൽ? ഇനി ഇമ്പാക്റ്റ് ആയിട്ടൊന്നും പറയാൻ കൊള്ളായിരുന്നു. ഒരു ബീജും കാര്യമൊക്കെ എങ്ങനെയുണ്ട്? ക്യാമറ ടെക്നിക്കൽ നന്നായിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മേ എന്താ വേണം? എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഇടിയും ഫൈറ്റൊക്കെ കൊള്ളായിരുന്നു. രഞ്ജിപ്പണിക്കർ സൂപ്പറായിരുന്നു. ആ എന്നാ കൊള്ളായിരുന്നു. രഞ്ജിപ്പണിക്കറില്ലയോ എന്തുവാ മറ്റേ ടർബോ 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 അല്ലയോ? ആ